ഒടുവിൽ നമ്മുടെ ആരോമലിന് അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ്. നമ്മള് പെമ്പിള്ളാരെ വിളിക്കാനല്ല പോകുന്നത്, നമ്മള് പഠിക്കാനല്ല. കാണാം, നോക്കാം. ലവ് ടു ഫസ്റ്റ് സൈറ്റ് ആരോടെങ്കിലും? രണ്ടും പെമ്പിള്ളാരുണ്ട്. ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഉപദേശിക്കാൻ വല്ല ഉണ്ടോ? ബാക്ക് വെഞ്ചി വേറെ സുഖമായിട്ടാണെന്ന് പറയാം. 2 പീരീഡ് സൂപ്പർ ആയിട്ടാണ്. അല്ല നീ എന്നാലും നമുക്ക് ഉറക്കമൊക്കെ പിടിച്ചോണ്ടല്ലേ പോണം. അപ്പൊ അവിടെ ചെന്ന് ഉറങ്ങിയ 2 പീരീഡ് ഫ്രീ ആയിരുന്നു എന്റെ, അതുകൊണ്ടാണ് ഉറങ്ങിയത്. ഒരു പേന തന്നെ ഒരു വർഷം എഴുതൂലല്ലോ. ഫസ്റ്റിലെ പ്രിൻസിപ്പലിന്റെ റൂമറിന്റെ ക്ലാസ്സറുണ്ട്, ക്യാൻറ്റീൻ ഉണ്ടോ എന്നാലല്ലേ നമുക്ക് ഓടുന്നുണ്ട്. ഒരു ഷർട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അച്ഛാന്ന് വിളിക്കണം, ഞാൻ വിളിക്കും അച്ഛാ. വിളിക്കും ഷർട്ട് വാങ്ങിക്കാലോ അച്ഛാ അച്ഛാ. പാണം കണ്ടാ അറിയാം. 2 ദിവസം തിരിച്ചു വിളിച്ചല്ല പോയി ചെറുക്കാൻ പോയി പഠിക്കട്ടെ. അങ്ങനെ 2 അക്ഷരം അറിയാതെ പോകും. 4 ദിവസം പോവായിരിക്കും. അറിയാം, ഉറപ്പുള്ള കാര്യമാണ് പോകില്ല. Hey guys, welcome back to our new video. അപ്പൊ ഗൈസ് ഒടുവിൽ നമ്മുടെ ആരോമലിന് അഡ്മിഷൻ കിട്ടിയിരിക്കുകയാണ് അല്ലേ? അപ്പൊ +1 +2 എല്ലാം അവൻ പഠിക്കാൻ പോകുന്നത്. പോളിയാണ് അവൻ പഠിക്കാൻ പോകുന്നത്. കാരണം ഇവന് പോളിയാണ് ഇഷ്ടമല്ലടാ. എന്താണ് ലേറ്റ് ആയെന്ന് വെച്ചാൽ കാര്യം സ്കൂളിൽ പോകണ്ടെന്ന് വെച്ച് പോളി കയറാന്ന് വെച്ച്. അതല്ലല്ലോ കാരണം. അവന് വേറെ എവിടെയൊക്കെ തൃശ്ശൂരും എറണാകുളത്ത് കിട്ടിയെന്നൊക്കെ പറയുന്നു. കിട്ടി, പക്ഷേ വേണ്ടെന്ന് വെച്ച്. ഇത്ര ലോങ് അല്ലേ. യാത്രയോട് ഇഷ്ടമല്ലല്ലേ? യാത്രയോട് പ്രണയം ഇല്ല. അപ്പൊ അങ്ങനെ നമ്മുടെ എവിടെയാണ് അഡ്മിഷൻ കിട്ടിയത് നിനക്ക്? അസീസ് കോളേജിലാണ്. അപ്പൊ ഇന്ന് നമുക്ക് ആരോമലിന് ആവശ്യമായിട്ടുള്ള പഠനത്തിന് ആവശ്യമായിട്ടുള്ള ബാഗും ബുക്കും അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മള് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ? ഫസ്റ്റ് ടൈം അല്ലേ നമ്മളോട്? നല്ലപോലെ പഠിക്കണം ആരോമൽ. എല്ലാ ദിവസം പോയ കണ്ടാ മതി. പഠിച്ചെന്നെ പോലെ ആദ്യത്തെ എനിക്ക് വയ്യ. എന്നിട്ട് വേണം ഞാൻ ഒന്നുകൂടെ സ്റ്റേ പരീക്ഷ ചെയ്ത്. ബുദ്ധി നിങ്ങൾ മനസ്സിലാകണം. നിന്റെ സൂപ്പർ. അപ്പൊ എന്തായാലും നമ്മള് പർച്ചേസിന് വേണ്ടി പോവാണ്. എന്താണ് ആരോമൽ എടുത്ത സബ്ജക്ട് എന്നൊക്കെ നമുക്ക് കണ്ടിട്ട് തന്നെ ചോദിക്കാം. ആരോമൽ ഏതാ സബ്ജക്ട് എടുത്താ നീ? ഓട്ടോമൊബൈലി. ആന്താ നീ മൊബൈൽ ആട്ടയിൽ വെച്ചോണ്ട് പോവോ? അല്ല, നിന്റെ ലാംബോ വെച്ചോണ്ട് വണ്ടി വേറൊന്നുമല്ല. ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ ഉണ്ടോ? അഡ്വഞ്ചറാ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങിയും താന്നിരിക്കും. അപ്പൊ അതാ ടയറിന്റെ ഇതില്ലേ, ടയറിന് എയർ ഉണ്ടായിട്ടുണ്ടോ? ആ മട്ടമല്ലേ പൊങ്ങിയിരിക്കണം. നോക്ക് ആ മട്ടമാണ് പൊങ്ങിയിരിക്കണം. അപ്പൊ ഇത് എങ്ങനെ പോയാലും ഇതിന്റെ അടിയൊക്കെ തട്ടും. അടിച്ചു. പിന്നെ സച്ചി ചേട്ടാ ബാഗ് നല്ലത് എടുത്തു തരണം. 3 വർഷം കൊണ്ടുപോകാനുള്ളതാണ്. കളർഫുള്ള് സാധനം എടുത്തു തരണം. നീ 3 വർഷം പോവും. എനിക്കതാ എന്റെ പേടി. 3 വർഷത്തിൽ ബിജോയെ കണക്ക് 1 വർഷം പോവും, 2 വർഷം ലീവ്. 5 ദിവസം പോവും, വീട്ടിൽ. ഓ പറഞ്ഞ മഹാനി. ഞാൻ പഠിക്കാനേ പോണില്ല. അതെങ്ങനെയുണ്ട് ഗൈസ്? പഠിക്കാനേ പോണില്ല. റെസ്റ്റ് ഒന്നും പറയാം. 12 വർഷം അവൻ പഠിച്ചു. 1 വർഷം 14 വർഷം UKG LKG. 4 വർഷം പഠിച്ചിട്ട് നീ 1 വർഷമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് നിനക്ക് അങ്ങനെ ഇരിക്കാം. ഇവ എഡിറ്റിംഗ് പഠിപ്പിക്കാം ബിജോനെ. നമ്മുടെ ചാനലിലെ മെയിൻ എഡിറ്റർ ആക്കണം. എനിക്ക് എന്റെ ഒരു സബ് എഡിറ്റർ ആവും. തൊട്ട് ഇങ്ങനെയൊക്കെ എഫക്ട് വരും. VFXന്റെ കളിയാ ഫുൾ. നീ പറ ആരോമൽ, നീ ഇത് പഠിച്ചിട്ട് നിനക്ക് എന്താ ഭാവിയിൽ നിന്റെ അംബീഷൻ? വണ്ടിയൊക്കെ സച്ചിചാണ്ട കാറൊക്കെ നമ്മള് എപ്പോഴോ ഏതോ ഒരു വണ്ടിയുടെ വയർ പിടിച്ചപ്പോഴത്തേക്ക് ശരിയാ. അതിനുശേഷം തുടങ്ങിയത് ഈ ഓട്ടോമൊബൈൽ പഠിക്കണമെന്നൊക്കെ. ഒരു 10ലൊക്കെ പഠിക്കണം. ചുമ്മയാണ് ഇവൻ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോ അമ്മയാണ് പോയി അവന് അഡ്മിഷൻ എടുത്തു കൊടുത്തത്. പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞ ഇവന് ആഗ്രഹമെന്ന് പണ്ടേ എന്നോട്ട്. ചിരിക്കണല്ല, കാര്യം പറഞ്ഞത്. ഞാൻ തന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞ സ്കൂളിലൊന്നും ഇപ്പൊ വിളിച്ചേ. ഹലോ ആന്റി, ആരോമല്ലേ അഡ്മിഷൻ എടുക്കാൻ പോയത് ആന്റി അല്ലേ? യവന് പഠിക്കാൻ പോണ്ടാന്ന് പറഞ്ഞോണ്ടല്ലേ ഇരുന്ന അമ്മ എപ്പോഴും. ഞാൻ പറഞ്ഞ എനിക്ക് പോളി പോണം, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കണമെന്ന് ഞാൻ പണ്ടോട്ടെ പറയും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ല, അതായിരുന്നു. ഇപ്പൊ അമ്മ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എപ്പോഴാടാ കണ്ട ഗൈസ്? ഇവന്റെ അമ്മയാണ് അമ്മ ബ്ലോഗ് എടുക്കണം. കള്ളത്തിനോട് പറയണം. പണ്ട് തൊട്ട് ആഗ്രഹം. ഇവൻ ഇവിടെ നിന്നോണ്ട് പറയണ ആന്റി, ഇവന് പണ്ട് തൊട്ട് ആഗ്രഹം ഓട്ടോമൊബൈൽ പഠിക്കാൻ. പിന്നെ എല്ലാം റെഡി ആയപ്പോഴത്തേക്ക് പറയണ ഇല്ല ഞാൻ പോകൂല നിങ്ങൾ ഇരിക്കാതെയല്ലേ ഞാൻ വിളിച്ചത്. അത് ഞാൻ വിചാരിച്ചു തല്ലിപ്പൊളി കോളേജ്. അമ്മ ഇടയ്ക്കെടുത്തോണ്ട് പറഞ്ഞ അഴുക്ക കോളേജുകളായി. ശരി. ശരി.
മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എത്തടാ എടാ മെക്കാനിക്കൽ എഞ്ചിനീയർ എപ്പോഴും അത് വേറെ ഓട്ടോമൊബൈല് അത് പ്ലസ് ടു കഴിഞ്ഞിട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ ഹലോ ഒന്നും ഉണ്ടായില്ല. ഹലോ ഞാൻ തന്നെ അമ്മയുടെ സ്കൂളിലൊന്നും ഡ്രീം പോയടാ ഡ്രീം പോയി. പണ്ടോട്ടുള്ള എന്റെ ഒരു ആഗ്രഹമായിരുന്നു പൈലറ്റ് ആവണമെന്ന്. അപ്പോഴാണ് വീടിനടുത്ത് അപ്പോഴാണ് ബികോം പഠിച്ചിറങ്ങിയത് ഞാൻ. എനിക്കും വരി ഇവനുള്ളത് അടുത്ത വർഷം കാണുള്ളൂ. അടുത്ത വർഷക്കാരുമില്ല റെഡിയാക്കാം. അവളാകിലും ഞാൻ കൊടുത്തോളാം. ഓക്കെ. ഇതുള്ള മഞ്ഞ വിഷയസാധനം എവന്റെ കയ്യിൽ സ്വന്തം ഒരു നിലപാടില്ല കേട്ടോ. ഞാൻ എടുക്കട്ടെ? അത് കളർ കാണാൻ മാത്രം നീ പറ. അടാ സൂപ്പർ വെറൈറ്റി ഉണ്ടോ ഇതുകൊണ്ട് ഇത് ഇവിടെ എല്ലാം അഴുക്കാക്കും. ഇത് കൊള്ള ഈ ഓറഞ്ചും കൊള്ള ഓറഞ്ച് കൊള്ളാടാ 19 പണ്ട് ഇതുപോലത്തെ മോഡൽ ഉണ്ടായിരുന്നു. ഓറഞ്ച് ഇവ ഇത് തൊലക്ക് ഇവ എന്തായാലും തൊലയ്ക്കും. അത് വേറെ ഏതായാലും ഞങ്ങൾ കൂടെ കുറച്ച് നേരം പോസ്റ്റ് അടിക്കാം. ഇവന്റെ കളർ സെൻസ് നോക്കാം. അതെ അതെ നിനക്ക് ഇഷ്ടമുള്ള ഒരു മൂന്നെണ്ണം എടുത്തില്ല. അത് ഞാൻ നല്ലത് പറഞ്ഞുതരാം. നിനക്ക് ഇഷ്ടപ്പെട്ട മൂന്നെണ്ണം എടുത്തില്ല. ഒരെണ്ണം കിട്ടിയിരിക്കുകയാണ്. ഇത് കൊള്ളൂല, ഇത് ഇല്ല. സൂപ്പർ എന്താ മഴയില്ല ഇത്. രണ്ടും ഫസ്റ്റിലെ കളഞ്ഞ സാധനം ഈ ഓറഞ്ച് ഉള്ള എനിക്ക് ഓറഞ്ച് ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാം. പക്ഷേ സൂക്ഷിക്കില്ല. അത് സൂക്ഷിക്കാൻ നമുക്കറിയേണ്ട ആവശ്യമില്ല. അത് വേണമെങ്കിൽ താഴെ നോക്കിയാലോ ബാഗ് എടുത്തിട്ട്. ഇതും കൊള്ളാം. എക്സ്ട്രാ പോക്കറ്റ് ഉണ്ടോ ഇവിടെ? മിക്സറൊക്കെ ഇട്ടോണ്ട് പോടാ മലേ. എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ട് വേണ്ട. പക്ഷെ യെല്ലോ പക്ക അറിയാം. സൂപ്പർ സാധനം യെല്ലോ. ആ ചേച്ചി ഇത് എത്ര? വന്ന് കയറിയപ്പം പറഞ്ഞേ കൊള്ളൂല. അത്രയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെയാണോ? എനിക്കിത് ഓക്കെയാണോ? ഓക്കെയാണോ? ഓക്കെയാണ്. മഞ്ഞ കളറാണ്. ചേച്ചി എന്തായാലും നോക്കാനായിട്ട് ചോറൊക്കെ ഇരിക്കുന്ന സാധനങ്ങൾ 2 റോ വേണം. ചോറുണ്ട്. ചോറ് കൊണ്ടുവരാൻ 2 റോ, മറ്റേനൊക്കെ 1 റോ മതി. നല്ല ഉണ്ടോ ഇത് കൊണ്ട് അവിടെ വേണ്ടി ചോറ് വയ്ക്കാം. ഇത് ബിജോയ്ക്ക് നമുക്ക് കൂടെ വന്നതിന് കൊടുക്കാം. ആണോ? ഇത് കൊള്ളാം. താഴേക്ക് വയ്ക്കാൻ നമ്മൾ അതേനല്ലേ നമ്മൾ സ്കൂളിലൊക്കെ നമ്മളങ്ങനെ PT സമയത്ത് ബാഗ് കൂടെ കൊണ്ടുപോകും. ആദ്യത്തെ ദിവസമൊക്കെ ഇങ്ങനെ കാലി വെക്കും, ബാക്കിൽ വെക്കും. ഒന്നിന്റെ അന്നിട്ട് തറയെ തന്നെ. സ്കൂൾ ലൈഫിലുള്ള നമ്മളെ ശീലമാണ്. അതെ അതെ ഓക്കെയാണോ? ഓക്കെയാണ്. എന്നാലും സെലക്ട് ചെയ്ത മഴവില്ലുണ്ടല്ലോടാ. എടാ അത് ഉള്ളടാ ബിജു. അത് അങ്ങനത്തെ കിടക്കണം. അത് നോക്കി അതെ മേലെ കിടക്കണല്ലേ? അതല്ല. ഓ എനിക്ക് അതിനെ ഇഷ്ടപ്പെട്ടു. നിനക്കിത് വായിച്ചേരാടാ സ്കൂബിയുടെ. ഞാൻ ഫസ്റ്റ് വായിച്ച ബാഗാണ് സ്കൂബിയുടെ. എന്നിട്ട് ഒരു സാധനം ഇരുന്നിട്ട് കൊടയൊക്കെ ഫ്രീ. ഇപ്പൊ കിട്ടോടാ സ്കൂബിയുടെ എങ്ങനെ വാങ്ങിച്ചു കൊടുക്കായിരുന്നു? ഇപ്പൊ ഇല്ലാതെ പുള്ളിക്കാരനെ ഇപ്പൊ കാണാനല്ലേ സ്കൂബിയുടെ എവിടെയാണെന്ന് അറിയത്തില്ല. മിസ്സിംഗ് ആണ്. മിസ്സിംഗിന് നമ്മള് കേസ് കൊടുക്കും അല്ലടാ. സ്കൂബിയുടെ ടിവിയിൽ പരസ്യമില്ല. പണ്ട് സ്കൂൾ ലൈഫിൽ എപ്പോഴും പരസ്യം ഫ്രീ ഒക്കെ തരുമായിരുന്നു. ഓ ബോക്സ് കൊട കുപ്പി. അപ്പൊ അടുത്തിനി ബുക്ക് മേടിക്കാൻ പോവാം. ബാഗ് നമുക്ക് തൂക്കി വെക്കാം. തൂക്ക്. എത്ര ബുക്ക് വേണോ? ഇപ്പഴേ ഉദ്ഘാടനം ചെയ്യണ തൂക്കട്ടായി. ആ വട്ടപ്പാറ എന്ന് നിന്നെ തിരിച്ചറിയാം. അതാണ് അതിന്റെ കളറ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കളർ കണ്ടോണ്ടാണ് ഞാൻ വാങ്ങിയത്. നല്ല രസമുണ്ട്. കൊള്ളൂലെന്ന് പറഞ്ഞാ ഇവനാണെങ്കിലേ ഇപ്പൊ ആരെങ്കിലും പറയണെങ്കിൽ ഇത് സൂപ്പർ എന്ന് പറഞ്ഞാൽ അപ്പൊ അയാൾ സൂപ്പർ. വേറെ അഭിപ്രായമില്ല. വേറെ അഭിപ്രായമില്ല. ഇത് കൊള്ളൂലെന്ന് പറഞ്ഞാൽ ഇത് കൊള്ളൂല തന്നെ. ഇപ്പഴേ കോളേജിൽ പോ. രാത്രി ചെന്നിരി. പോട്ടെ രാത്രി ചെന്നിരി. വാട്ടർ ബോട്ടിലാണ് വേണ്ടത്. വാട്ടർ ബോട്ടിലാണെങ്കിൽ ഇത്രയും വലിയ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒരു 2 ലിറ്ററൊക്കെ വെള്ളം കുടിക്കണം. ഇത്രയും വലുത് വേണോന്ന് ചോദിച്ചാൽ ബാഗിൽ വെയിറ്റ് ആയിരിക്കും. എല്ലാം കൂടെ കുറച്ചുകൂടെ വലുതുണ്ടാ നോക്ക്. കുറച്ചുകൂടി ഇങ്ങനെ തോട്. ഇത് കൊള്ളായിരിക്കും. ഹലോ വിജയ്, നമ്മൾ ചുപ്പി കുടിക്കാം. വിജയ് നിനക്കല്ല നീ എന്ത് പടാ പഠിക്കാനും വള്ളിയുള്ളത് നമ്മ കഴുത്തിയിട്ടോണ്ട് പോടാ. വള്ളിയുള്ളത് എടുത്തോട്. എത്ര ബുക്ക് വേണം? 1 മതിയല്ലോ. ഒരു 3 ഏതൊക്കെ ബുക്ക് വേണം? ഒരു വര ഇട്ടതും പിന്നെ വര ഇടാത്തതും. സൂപ്പർ മീൻകുള്ളല്ലേ പടം സ്കെച്ച് പിള്ളേർക്ക് വരയ്ക്കാൻ അറിയണം. വരയിടാത്ത തന്നെ ഉള്ളു. നല്ല ജോമെട്രി ബോക്സ്. ബോക്സിന്റെ ആവശ്യമില്ലടാ. പണ്ട് ഞാൻ വാക്കില്ലേ അമ്മേനെ അടിയുണ്ടാക്കി ഇത് ഇവിടെ നോക്കി എവിടെ നിന്ന് പോറ്റീസിന്ന് അമ്മ പറയും മക്കളെ ഇത് തൊല വാങ്ങിച്ചില്ല. പക്ഷെ അമ്മ എങ്ങനെയാണ് വാങ്ങി തരും. എടാ ബൈക്ക് ബൈക്ക് ഇതെന്ത് ബോക്സോ? ബോക്സിന്റെ ബോക്സിന്റെ ആവശ്യമില്ല. കോളേജിൽ പഠിക്കുന്നവരാ.
കോളേജിൽ പഠിക്കുന്ന ഒരു ബോക്സാ. മതി, ഞാൻ ചോറല്ല കൊണ്ടാണ് ചപ്പാത്തി. ചപ്പാത്തി പറഞ്ഞോണ്ടാ? ചപ്പാത്തി ഇത് മതിയോ? ഓ. സ്പൈഡർമാൻ വേണോ? ക്യാപ്റ്റൻ അമേരിക്ക വേണോ? അതായത് സ്പൈഡർമാൻ മതി. സ്പൈഡർമാൻ മതി. ഇത് മതി, ഇത് മതി. നീ എന്താണ്? ഞാനല്ലേ ഡിസൈഡ് ചെയ്യേണ്ടത്. അയ്യോ, ഒരു പേന തന്നെ ഒരു വർഷം എഴുതൂലല്ലോ ഇത്. ഇത് മറ്റേ ലൈറ്റ് എത്തുന്നോണ്ടാ? ഇല്ല, ലൈറ്റ് ഇല്ല. ആ, ലൈറ്റ് എത്തും, ലൈറ്റ് എത്തും. ഇത് പുള്ളിക്ക് എല്ലാം അറിയാം കേട്ടോ. ഇമാതിരി ടെക്നോളജിയാ. പഠിക്കാതിരിക്കണാണ് നല്ലത്. ബിഗ് ഫാനാ. റാഗിങ് ഉണ്ടടാ അവിടെ? ഡ്രായിങ് ഉണ്ടെന്ന് പറയുന്നു. പിടി കിട്ടൂ. പല്ലേക്കിനെ സച്ചിച്ചാണ് നിക്കല്ലേ. ഡ്രായിങ് ഒന്നും കാണില്ലെന്നാണ് ഗൈസ്. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോയിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പം അവിടെ എന്തോ ഓഫർ കിടക്കണം. അപ്പോൾ അത് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് നമ്മൾ നേരെ ഇവന് ഡ്രസ്സ് എടുക്കാനായിട്ട് കഴക്കൂട്ട നമ്മുടെ ഹിപ്പ് ഹോപ്പിലോട്ട് പോവുകയാണ്. അവിടെ നമ്മൾ സ്ഥിരം ഡ്രസ്സൊക്കെ എടുക്കുന്നത്. നേരെ ഇനി അങ്ങോട്ട് പോവാം. എക്സൈറ്റഡ് ആണോ നാളെ കോളേജ്? നാളെ രാവിലെ ആവാൻ വേണ്ടി കാത്തു നിൽക്കും. നാളെ ഒറ്റ ദിവസമേ പോവുള്ളൂ. നമ്മളെ കൊണ്ടാക്കണോണ്ട് തിരിച്ചു പിന്നെ അവന് കോളേജ് ബസ് ഇല്ലടാ. കോളേജ് ബസ് അല്ലേ? ആ, കോളേജ് ബസ് ഉണ്ടോ? അവന് കോളേജ് ബസ്സാണ്. നമ്മളൊക്കെ എങ്ങനെയാ പോയിക്കൊണ്ടിരുന്ന? നമ്മുടെ ഒരു രൂപ ST. ഞാൻ പോയ സമയത്ത് 2 രൂപ. അതും ടിക്കറ്റ് എടുക്കാതെ ഞാൻ മത്തി വെച്ച് 10 ദിവസം ആകുമ്പോ അവിടെ നിന്ന് ലഡു വാങ്ങിച്ചു കഴിക്കുമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ 5-6 കിലോമീറ്റർ എനിക്ക് ഇങ്ങനെ നടക്കണം അവിടെ നിന്ന്. 5-6 കിലോമീറ്റർ. ഓ, എന്നാലേ ബസ് കയറാൻ പറ്റും. അതെന്തൊരു കിലോമീറ്റർ? 5-6 കിലോമീറ്റർ എത്ര ഉണ്ടെന്ന് പുള്ളിക്ക് അറിഞ്ഞൂടാ. അമ്മ പറഞ്ഞത് അങ്ങനെയാണ്. 5-6 കിലോമീറ്റർ. അത് ബിജുവിനെ വിളിയാണ് ആവാക്കുന്നത്. ചേട്ടനല്ലേ? അവൻ ചേച്ചിമാര് പറഞ്ഞാലും എനിക്ക് പനിയാണ്. എനിക്ക് by the way എനിക്ക് പനിയാണ്. അതുകൊണ്ട് എനിക്കൊന്ന് വളരെ സംസാരിക്കാൻ പറ്റാതെ മൂക്കിന് എണ്ണം കുറയും. അതുകൊണ്ട് ഊക്കാൻ പറ്റില്ല. ഓടുന്നുണ്ട് കൂട്ടരറിയാതെ പാട്ട് ഫുള്ള് അവിടെ റാഗിങ് ഉണ്ടെന്ന് എന്തൊക്കെ പറഞ്ഞു. ആരാ പറഞ്ഞ റാഗിങ് ഉണ്ടെന്ന്? നമ്മളെ കൂട്ടുകാരന്റെ ജസ്റ്റിന്റെ അനിയ എവിടെയാണ് പഠിക്കുന്നത്. റാഗിങ് ഒക്കെ ഒന്നും പറഞ്ഞാ? ഓ, റാഗിങ് അല്ല, അവന്റെ എത്തിച്ചെറിഞ്ഞു നോക്കി സീനിയേഴ്സ് ഒക്കെ ആവുമ്പോ അങ്ങനെ ജസ്റ്റ് ഒന്ന് പേടിപ്പിച്ച് നിർത്തുമല്ല. റാഗിങ് ഇറങ്ങി നോക്കിയതൊക്കെ റാഗിങ് ആണ്. അതൊക്കെയാണെങ്കിൽ ബിജോയ്, അർജുൻ റെഡ്ഡി നമ്മളൊക്കെ എന്തുമാത്രം. അതൊക്കെ ഞാൻ +2 പഠിച്ചപ്പോ അവൻ തന്നെയായിരുന്നു മെയിൻ. സെന്റ് ജോൺസ് റൊട്ടി ബിജോയ് റെഡ്ഡി. എനിക്ക് പേരിട്ട് അങ്ങനെ ഒരാളായോണ്ട് അറിയാമോ ഗൈസ്? സീൻ ബോയ്സ് ആഴ്ചയിൽ ഒരു ദിവസമേ പോവുള്ളൂ. അതെ, അത് അത്രേ ഉള്ളൂ. അതുകൊണ്ട് നീയും ആഴ്ചയിൽ ഒരു ദിവസമേ പോവുള്ളൂ. 12 ദിവസത്തെ ഇതേ ഉള്ളൂ. അറ്റൻഡൻസ് ഇല്ല. എത്ര പെർസെന്റ് ആയിരുന്നാ +2 എനിക്ക്? 30 എത്രയാ 40 എത്രയോ 65. പാസ്സായില്ലേ? പാസ്സായി. അതത്രേ ഉള്ളൂ. ഓടുന്നുണ്ട് അതുകൊണ്ട് എന്താ അഡ്മിഷൻ കിട്ടില്ല? പാടിയില്ല ബാക്കി. വാടി നടക്കണ്ടടാ, എനിക്ക് വയ്യ. ഇവൻ പിന്നെ വിഷയം പറഞ്ഞ ഇവൻ എന്നെ വിളിച്ചായിരുന്നു ആ കോളേജിൽ. ഇവന്റെ കൂടെ ഒരുമിച്ച് ഇവൻ എന്റെ അടുത്ത് പറയാം ഒരുമിച്ച് നമുക്ക് കോളേജിൽ പോവാം. ഞാൻ പറഞ്ഞില്ലടാ. ഇവ പഠിക്കാൻ പോകുന്നോണ്ട് വീഡിയോയില് ഇനി അധികം ഇല്ല, അധികം കാണത്തില്ല. ആരോമല്ലേ വീഡിയോയിലേ ഇല്ല. ഞാൻ സ്കൂള് വിട്ടിട്ടായിരുന്നാലും വന്ന് വീഡിയോ എടുക്കും. കോളേജ് പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. അവധി ദിവസങ്ങളിൽ ഞാൻ വിളിച്ചോളാം വീഡിയോ ചെയ്യാനായിട്ട്. എന്തായാലും ഇനി നാളെ പോയ മതി. മറ്റന്നേക്ക് അവധിയാണ്. അവധി മറ്റന്നേക്ക് അവധിയുണ്ട്. ആരോമൽ ജയന്തി, ജയന്തിയുടെ സന്ദീപ് ജയന്തി പോയതിന്റെ ഫസ്റ്റ് ഡേ ക്ഷീണം. അടുത്ത ദിവസം ലീവ്. നീ പോയി വ്ളോഗ് ഇടറാ. ഹായ് ഗൈസ്, നമ്മളിന്ന് ക്ലാസ് ടീച്ചറിനെ കണ്ട് പ്രിൻസിപ്പളിനെ കണ്ട് നമ്മളിന്ന് ക്ലാസ്സിനകത്തോട്ട് പോവാണ്. നമുക്ക് ഇവിടെ സീനിയേഴ്സിനെ കാണാം എന്നൊക്കെ പറഞ്ഞോണ്ട് വ്ളോഗ് ചെയ്യും. നീ ചെയ്. നാളെ അവൻ പോകുമ്പോ റിട്ടേൺ നീ പിക്ക് ചെയ്യാൻ പോവാ. നാളെ നമുക്ക് ഷൂട്ട് ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോയാൽ നമുക്ക് വൈകിട്ട് പോകാൻ പറ്റാത്തോണ്ടാണ്. വിജയ് നീ ഫ്രീ ആണെങ്കിൽ ഒന്ന് പോയി നോക്കൂ. ഞാൻ ഫ്രീ ആണെങ്കിൽ അവനെ പോയി വിളിക്കാം. നീ ഒന്ന് പോയി അവനെ പിക്ക് ചെയ്യും. അപ്പൊ എന്തായാലും ഇനി നേരെ നമ്മൾ ഹിപ്പ് ഹോപ്പിലോട്ട് പെട്രോള് എങ്കിൽ എന്നെ വിളിക്കാൻ പറഞ്ഞേ. പെട്രോള് പഠിക്കും. പിന്നെ ഞാനല്ല, നീ മറ്റേ ഹിപ്പ് ഹോപ്പിൽ പോ. അപ്പൊ നമ്മള് ഹിപ്പ് ഹോപ്പിലെത്തി. ഒരു കൊറിയൻ ബാഗ് വേണമെന്ന് പറഞ്ഞാൽ നമ്മളൊരു പാന്റ് എടുത്തിട്ടുണ്ട്. പോയിട്ട് നോക്കിട്ട് നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം. ചെറുക്കനെ നമ്മള് പൊള്ളിയാക്കിയ നാളെ കോളേജിൽ കൊണ്ടുപോകണം. നോക്കിയോ
പിന്നെ നാളെ ഞാനും വരാം കേട്ടോ ആൾക്കാർ പെട്ടെന്ന് അവൻ പറഞ്ഞേട്ടാ അവന് പെർഫ്യൂം വേണോന്ന് കോളേജിൽ പോവാൻ. ഓ കുളിക്കൂല വാച്ചൊക്കെ എടുത്ത് മാറ്റിയില്ല. എല്ലാം പറ്റിക്കോ. യോ വൈറ്റ് ഷർട്ടാണ് നാളെ ഇടുന്നത്, അതിനാണ് ഗ്രീൻ. അപ്പൊ വൈറ്റ് വൈറ്റ് എടുത്തന്നോ? അവന്റെ വൈറ്റ് ഉണ്ടോ? ബ്ലാക്ക് ബ്ലൂ അല്ല വേറെ കളർ എല്ലാ ഡ്രസ്സിനോട് ചേരാൻ ഇത് സെറ്റ് ആയിരിക്കും. ഇത് സെറ്റ് ആയിരിക്കും. നല്ല ഷർട്ട്, നല്ല രസമുണ്ട്. പക്ഷെ നാളെ കോളേജ് ഇട്ടോണ്ട് അടിപൊളിയായിരിക്കും. ഫസ്റ്റ് ഡേ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട്, കാരണം എല്ലാം സർപ്ലസ് സാധനമാണ്, വിലയും കുറവാണ്. ഇത് അടിപൊളി സാധനം. ഒറിജിനലാണോ? കൊള്ളാളിയാ, നല്ല സാധനം. എടാ അവനെ വിളിടാ, ഇത് കൂടെ കൊടുറാ, ട്രൈ ചെയ്യാൻ പറ. ഒരു വേറൊരു താനം തന്നല്ലോ ബിജോയ്, അതോടെ ഏതാ ചിഹ്നം ഏതാ ഒട്ടിയണ്ടേ? ഇതുള്ള വൈറ്റ് ഉള്ള ഇതുള്ള ലിവൈസിന്റെ സാധനമുള്ള കൊള്ളടാ. ഇതുള്ള ഇത് നല്ല ചേർച്ചയുണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓൾറെഡി അവൻ വൈറ്റ് ഉണ്ടെന്ന്. കൊള്ളടാ, ലിവൈസിന്റെ സാധനം കൊള്ളാം. ഇത് നല്ല വലുതാണ്, ഷർട്ട് വലുത് നല്ല വലുതാണ്. ഡബിൾ എക്സൽ. പാന്റ് കുറെ നേരം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കയറിയിട്ട് കാണാനില്ല. ധാരാമല ഇതുകൊള്ളാം, കളർഫുൾ. കണ്ണാടി ഒത്തിരി മനസ്സിലായി സെറ്റ് അറിയാം. ഇത് ആ പാന്റ് മക്കിയായിരിക്കും. ദുൽഖർ സൽമാൻ നമുക്ക് കാണാം. ദുൽഖറിനെ ഇപ്പൊ കാണാം നമുക്ക്. ഞാൻ ഫ്രണ്ട് ഇരിക്കയില്ല, ഇല്ലെന്തിന് വേറെ ദുൽഖർ. ഇത് ദുരിതമാണ്, ഇവൻ ദുരിതറാണ്. ഞാൻ ദുൽഖറിന്റെ ചെറിയ കട്ട കൊണ്ട് ദുരിതർ DQ. ഇവന്റെ കട്ട എവിടെ ഞാൻ അറിഞ്ഞുതരാം. പണ്ട് എന്റെ അച്ഛൻ വിട്ട ഫണ്ടാണ് ഇതൊക്കെ. എവിടെ വിട്ടത്? നിന്റെ അച്ഛന് ഇൻട്രോവേർട്ട് അല്ലേ? അത് കൊള്ളാം. നിന്റെ ഡ്രസ് ഇപ്പുറത്താണ്ട, ഇവിടെ കയറി അവിടെ സ്ലോ മോഷൻ നടന്നു നോക്കട്ടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. കണ്ണാടി എവിടെ? കണ്ണാടി കണ്ണാടി വെച്ചാണെന്നോ? DQ കണ്ണാടി പറ. DQ കാണാൻ പോകുന്ന അവസ്ഥ. DQ സെൽഫി ആ അപ്പുറത്ത് ഒറിജിനൽ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് വെക്കടാ. തറ തുടങ്ങി ഒറിജിനൽ ഡ്രസ് എടുത്ത്. അതായത് നമ്മൾ ഇങ്ങനെ എടുത്തേക്കുന്നത് ലിവൈസിന്റെ ഒരു ഷർട്ട് വൈറ്റ്, ടിംബർലാൻഡിന്റെ എല്ലാം ബ്രാൻഡ് സാധനങ്ങളാണ് അല്ലേ? സർപ്ലസ് ഐറ്റംസ് ഇവിടെ കിട്ടും, ഫുൾ കളക്ഷൻസ് ഉണ്ട്. ഒരു ബ്രാൻഡാ, അതിന്റെ കൂടെ ആരുടെ സൈസിനാണ് സാധനം ഉണ്ട്. അണ്ണാതി കഴക്കൂട്ടം ഹിപ്പ് എറണാകുളത്തുണ്ട്. ടാർസ എറണാകുളത്തുള്ള ഫുൾ ഹിപ്പ് ഹോപ്പിന്റെ ആളാ. ഇപ്പൊ ഇവിടെ വന്നപ്പോ പുതിയ കുറച്ച് മോഡൽസ് വന്നിട്ടുണ്ട്, ഓണത്തിന് പറ്റിയത് എല്ലാ തരം ഉണ്ട്. തത്തമ്മ പച്ച, മഞ്ഞ, ഇഷ്ടം പോലെ. ഓണത്തിന് നമുക്ക് വെറൈറ്റി ആയിട്ട് എല്ലാ കളറും ബ്ലൂ എല്ലാം വെറൈറ്റി കളർ ഇട്ട് പൊളിക്കാൻ ഓണത്തിന്. എനിക്ക് ഈ കളർ ഇഷ്ടം. നമ്മളെ ഇല്ലാത്തൊരു കളറാണത്. ഈ സാധനവും നമ്മുടെ വൈറ്റ് കളർ ലിനൻ പാന്റ്. എന്റെ സൈസ് ആട്ടോ, വാങ്ങിച്ചത് കുഴപ്പമില്ല. വീഡിയോക്ക് വേണ്ടിട്ട് ബിജോ ഇത് എടുത്തോ, എന്നിട്ട് പോയോ വീട്. പൈസ കൊടുത്തിട്ട് വാ. ഇല്ലേ സച്ചിൻ ചേട്ടാ മാച്ച് കയറി ഡാഡിന്ന് വിളിക്കും. ഇതുപോലത്തെ തല ഇല്ല. ഒരു ഷർട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ അച്ഛാന്ന് വിളിക്കുന്നത് ഞാൻ അങ്ങ് വിളിക്കും. 10 പ്രാവശ്യം അച്ഛാ വിളിക്ക് ഷർട്ട് വാങ്ങിച്ചാലോ അച്ഛാ വിളിച്ചല്ലേ അച്ഛാന്ന് വാങ്ങിച്ച. ഞാൻ എന്നപ്പോ ഇനി അച്ഛാന്ന് വിളിക്കുന്നവരെല്ലാം വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഇതിലുള്ളതല്ല. അച്ഛാന്ന് ഞാൻ പറഞ്ഞ അവൻ പറഞ്ഞ മെനങ്ങാന്നൊരു 3 തുണി എടുത്തുള്ള 3 പറ്റിച്ച ടീഷർട്ട് എടുത്ത പൈസ അല്ലല്ല പൈസ അടുത്ത പ്രൊമോഷനിൽ ചുമ്മാടെ തന്നടക്കില്ല, കൊറേ പ്രൊമോഷൻ ആയി. ഇവനെ വിട്ടുവേണം ആരോമല് ജട്ടി മേടിക്കുകയാണ് ഗൈസ്. സൈസ് അറിഞ്ഞൂടാ, 100-110 ആണെന്ന് തോന്നുന്നു. ഷോർട്സ് ഒന്നുമില്ല, പോ അടിച്ച് 100-110 വണ്ടിയുടെ സ്പീഡും സൈസൊക്കെ. ഇത് ബിജോയ്ക്ക് വേണ്ട സൂപ്പർമാന്റെ ജട്ടിയ ചുമപ്പ് എക്സ്പ്രസ്. അത് കറക്റ്റ് ആണ്. പൊളിക്കട്ടെ അല്ലേ? എല്ലാരും ഡ്രസ് ഇവിടെ വന്ന് എടുക്കും ഓക്കെ ഗൈസ്. അപ്പൊ അവന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി അടുത്ത് നമ്മള് ഷൂസ് മേടിക്കാനായിട്ട് സ്റ്റുഡിയോയിലോട്ട് പോവാണ്. സെറ്റ് പവറല്ലേ? ഇഷ്ടപ്പെടാതെ ആരുമല്ലേ? നല്ല ഡ്രസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉള്ള എല്ലാം നല്ല. ഞാൻ പറഞ്ഞില്ലേ ഹിപ്പ് ഹോപ്പിൽ അത്യാവശ്യം നല്ല
എന്നുവെച്ചാൽ ബ്രാൻഡ് സാധനങ്ങൾ അവിടെ ഉണ്ട്. ഇടുന്ന മിക്ക ഡ്രസ്സ് ഇപ്പൊ എല്ലാം ഹിപ്പ് ഹിപ്പ് ഹോപ്പിലാണ് സാധനം. നമ്മളായിരുന്നാലും ഇപ്പൊ എടുക്കുന്നതല്ല ഹിപ്പ് ഹോപ്പിന്. പിന്നെ ഇടയ്ക്ക് മാത്രം ഞാൻ സോൾഡ് സ്റ്റോറിൽ നിന്ന് സാധനം എടുക്കും. കുറച്ച് സാധനങ്ങൾ എനിക്ക് അതിന് ഇഷ്ടപ്പെടും. ഓക്കെ, അടുത്ത ഷൂസ് മേടിക്കും. ഗൈസ്, അപ്പൊ നമ്മളവന് ഷൂസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. 1-2 നോക്കി, പക്ഷെ അവന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവസാനം ഇത് സെലക്ട് ചെയ്ത്. അപ്പൊ നമുക്ക് ബാക്കി നാളെ അവന് കോളേജിൽ കൊണ്ട് ആക്കാൻ പോകുമ്പോ കാണാം ഗൈസ്. ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾക്ക് ഉപദേശിക്കാൻ വല്ല ഉണ്ടോ? നല്ലപോലെ പഠിച്ച് വേണ്ട, ചോദിച്ചെന്നേ ഉള്ളു. ബോറടിച്ചിരുന്നപ്പോ ബോറടിച്ചിരിക്കുന്ന അങ്ങോട്ട് മാറിയിരുന്ന അടിയായിന. ഓ തൊഗ്. എന്തായാലും പറഞ്ഞു തന്നെയല്ലേ, പറഞ്ഞോ. അതെ, ആരോമലെ അവിടെ പോയി കണ ഗുണ വർത്താനങ്ങളൊന്നും അടിക്കല്. പോവുക, പഠിക്കുക, വരിക. പിള്ളേരൊന്ന് കൊട്ടും മഞ്ചോണ്ടോടെ നിക്കല്ലേ. പുതിയ മുഖത്തിലെ പൃഥ്വിരാജിനെ പോലെ. പുതിയ മുഖം. പാട്ടൊക്കെ പാടാൻ പറഞ്ഞാൽ പോയി പാടുന്നു. ഫസ്റ്റ് ഡേ ആണ്. നീ പാട്ട് പാടി ഇംപ്രസ് പാട്ട് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാൻ വിഷയമില്ല, പാട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇവിടെ എന്തോന്ന് ഇവന്റെ ഒരു പാട്ടുണ്ടല്ലോ, എന്തോന്നായിരുന്നു? എന്തോ പുഞ്ചിരി തഞ്ചി. പുഞ്ചിരി ഇനി അത് ഇവിടെ എവിടെയെങ്കിലും നീ പാടിയെന്ന് ഞാൻ അറിഞ്ഞതോ? ഞാൻ എന്റെ സ്കൂൾ പറഞ്ഞപ്പോ എന്റെ അടുത്ത് സ്റ്റേജിൽ കയറുന്ന പാടാൻ പറയുമ്പോ ഞാൻ പാടി. അതവൻ പാടും. മൈക്കോ ഷോ ഓഫ് ആയിരുന്നു എന്റെ. ചുമ്മാ പാടി. അങ്ങനെ ആദ്യ ദിവസമാണ് ആരോമല്ല. അതുകൊണ്ട് ഫസ്റ്റ് ഡേ നമ്മൾ കൊണ്ടാക്കാന്ന് വിചാരിച്ചു. അതിനുശേഷം എല്ലാം സ്കൂൾ ബസ്സിലാണ്. 9 മണിക്കാണ് കോളേജ്. മണി ഇപ്പൊ 8:35 എത്തുമായിരിക്കുമല്ലോ. എത്ര 8:35 26 മിനിറ്റ് മതി എന്നാണ്. 26 മിനിറ്റ്. അത് ഗൂഗിൾ മാപ്പിന്. എനിക്ക് എത്ര ഉണ്ട്? നമ്മളെ ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ ഉണ്ട്. ഇനി തൊട്ട് ആരോമൽ പൊളിയിൽ വന്നക്കണം. വിഷമമുണ്ട് ആരോമലെ? കുറെ നാള് വീട്ടിലേക്ക് ഇങ്ങനെ ഇരുന്നതിന് ശേഷം പഠിക്കാൻ പോകുമ്പോ കൊഴപ്പില്ല. പക്ഷേ രാവിലെ കഴിക്കണമെന്ന് ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ സ്കൂളിൽ പോ ഉച്ചയ്ക്ക് എണീറ്റ് അങ്ങ് പോകും. അല്ല, രാവിലെ തിരിച്ചടിക്കണല്ലേ നീ? ഒന്നും കിട്ടണില്ല. ആരോമലെ എന്നെ വിഷമമുണ്ടായി. വൈകിട്ട് ഇനി 3:30 വരെ ഇരിക്കണം. ഇല്ലാട്ടാ, വീട്ടിൽ ഇരുന്ന് ബോറടിച്ചിട്ട് അതുകൊണ്ട് ഓക്കെ, എന്തായാലും പോയി നല്ലപോലെ പഠിക്കാം ആരോമല. എത്ര പറയാനുള്ളൂ. വിജയിക്കൊന്നും പറയല്ലേടാ? എനിക്കൊന്നും പറയില്ല. കുറച്ച് motivation കുറവാ. ഇത് പോണല്ലേ? 2 ദിവസം പോയിട്ട് 3-ന്റെ അന്ന് വീട്ടിലിരിക്കുമ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും പറയല്ലടാ. എന്തൊരു വർത്താനം. ഈ വർഷം ബിജോയ് നീ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോകും. അത് ഞാൻ ഗ്യാരണ്ടി. നമ്മളെ വിടും. എന്തായാലും കണ്ടന്റ് ഒന്നും ക്രിയേറ്റ് ചെയ്യില്ല. അപ്പൊ 2 അക്ഷരം പടി. ഷൂട്ടുള്ളപ്പോ വിളിക്കാം അല്ലേ? അങ്ങനത്തെ എന്തെങ്കിലും ഞാൻ കോളേജിൽ കയറാനൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ കിട്ടിയില്ല. മാർക്ക് വേണം, അതാ വിഷയം. മനസ്സിലായോ? പിള്ളേരെല്ലാരും ഫുൾ A+ മേടിക്കുമ്പോ വലിയ കാര്യമൊന്നുമില്ലടേ. കോളേജിൽ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറയണ അനുസരിച്ച് നീ പോയാ നീ രക്ഷപ്പെടും. കുറച്ച് നിന്നേക്കാളും കുറച്ച് ഓണം ഉണ്ടതാണ്. അതുകൊണ്ട് എനിക്കറിയാം. വെറുതെ നമ്മൾ ഡിഗ്രി തന്നെ പഠിച്ചാൽ ഒരു കാര്യമില്ല. ഇനി നിന്റെ സ്കില്ലിലാണ് നിന്റെ കാര്യമാണ് സ്കിൽ. അപ്പൊ നീ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നീ എഡിറ്റിംഗ് പഠിക്കാൻ പോകും. അത് നല്ല സ്കോപ്പുള്ള സാധനമാണ്. ഇപ്പൊ എവിടെയെങ്കിലും അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഞാൻ ആട് പറയാൻ വന്നിരിക്കുന്നു. എവിടെയെങ്കിലും പഠിക്കാൻ പോകും. ഇതിൽ എല്ലാവരും 4 ആൾ അറിയണ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി പോയി പഠിക്കാൻ പോകും. നല്ലതാണ്. എല്ലാവർക്കും ഹോണടി കൂടുതലാണ്. എനിക്ക് ഇത് ഇപ്പൊ പിന്നെ ഫുൾ AI കളിയാ എഡിറ്റിംഗ് ലോകത്ത്. അത് പഠി. AI കയറ്റി വിടുമ്പോ അത് എഡിറ്റ് ചെയ്ത് നോർമലി അറിഞ്ഞിരിക്കണെങ്കിലേ ഉപയോഗിക്കാൻ. ചുമ്മാ AI നടിച്ചാ വരൂല. AI നടിച്ച ആകെ നമ്മള് പോലും അറിയാതെ കിട്ടുന്ന അവിടുത്തെ AI ക്യാമറ പോയാ തിരിച്ചു തന്നിരിക്കും. നീ അതുവരെ ഹാക്ക് ചെയ്യണോടാ. ഹാക്കർ അവിടെ എത്തിക്കൽ. ഹാക്കർ അതൊക്കെ ആര് പറഞ്ഞല്ലേ ഈ വാക്കൊക്കെ? എത്തിക്കൽ ഹാക്കർ. അതൊക്കെ കറക്റ്റ് പഠിച്ചു. ആടില് പറയാൻ പറഞ്ഞ നാക്കിങ്ങനെ ചേട്ടാ ഒരു പ്രാവശ്യം കൂടി. അതൊക്കെ ഓരോ പ്രാവശ്യം വരുന്നതാണ് ഗൈസ്. അതുപോലെ കോളേജ് എങ്ങനെയാണ്? പെൺകുട്ടികളൊക്കെ ഉണ്ടാവോ? എനിക്കറിഞ്ഞൂടാ. ഓട്ടോമൊബൈലാണ്. കാണൂല. ഓട്ടോമൊബൈൽ ഇല്ലല്ലേ? കാണൂല. ഗേൾസ് കാണൂല. ബോയ്സ് ഓടിക്കുന്ന അമ്മ. അങ്ങനെയല്ല കേട്ടാ. ഫസ്റ്റ് എന്തോ 2-3 ദിവസത്തേക്ക് മാറ്റിയാണ് ഇരുത്തണേന്ന്. എന്തൊക്കെ മൈക്കിളാണ് പറഞ്ഞത്. 3 ദിവസം കൊണ്ട് നീ എന്തിനാണ് എന്തരൊക്കെ വെച്ചിട്ടുണ്ട്? നമ്മള് പെമ്പിള്ളാരെ വിളിക്കാനല്ല പോകുന്നത്, നമ്മള് പഠിക്കാനല്ല. കാണാം, നോക്കാം. നീ കൈയാണ് ചപ്പിയ മൂക്കാണ്ട് ഇത് ഇടിച്ച് ഞാൻ കുറച്ചുകൂടെ കാലം രാവിലെ ഒന്നും കഴിച്ചില്ല. അതിന്റെയാണ്. സ്കൂളിൽ പോയിരുന്നാലും ഗൈസ് രാവിലെ ഫസ്റ്റിലെ പ്രിൻസിപ്പലിന്റെ റൂമറിന്റെ ക്ലാസ് ഉണ്ട്, ക്യാൻറ്റീൻ ഉണ്ടെന്ന്. നമുക്ക് ഓടുന്നുണ്ട്
ഇവന്റെ കൂടെ ഈ കോളേജില് പഠിക്കുന്ന പിള്ളേര് ഈ വീഡിയോ കാണുകയാണെങ്കിൽ അറിയാണ്ട് പോലും ക്യാൻറ്റീനിൽ കൊണ്ടുപോയി ഫുഡ് മേടിച്ചു കൊടുക്കുക എന്ന് പറയരുത്. നാളെ തൊട്ട് നിങ്ങളെ കൂടെ ഒട്ടും. അവസാനം നിങ്ങൾ തേയും. അതുകൊണ്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയരുത്. ഞാൻ ഒന്നുമില്ല ഇതിന്റെ ഞാൻ ലോൺ എടുക്കേണ്ടി വരും അവസാനം. ഇവൻ പഠിക്കാൻ പോണവരെ അവിടെ ഇത് ആഘോഷിക്കും. ഇന്നോടെ ഉള്ളു, നാളെ തൊട്ട് വീട്ടിൽ നിന്ന് തന്നു വിടും. അരമലിന്റെ പുതിയ ഒരു തുടക്കമാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. പേനൊക്കെ എടുത്തല്ലോ. പലവക നോട്ടുണ്ടോ നിന്റെ റഫ് നോട്ട്? പലവക അതെങ്ങനെയാണ് റഫ് നോട്ടിന് പലവകയെന്ന് വന്നാ? പലവക എല്ലാ നോട്ട് വരുന്നില്ല. റഫിന്റെ നമ്മള് ഞാനൊക്കെ പഠിക്കാൻ ഞാൻ മലയാളം മീഡിയം അതില് പലവക എന്നാണ് എഴുതിയത്. എന്താണ് സംഭവം അറിഞ്ഞൂടാ എനിക്ക്. റഫ് നല്ലൊരു വാക്ക് കിടന്നിട്ടാണ് നമ്മൾ പലവക നോട്ടൊക്കെ എഴുതിക്കൊണ്ട് പലവക ബുക്ക് പലവക എന്നൊക്കെയാടാ മൂക്കള പാച്ച വലിച്ചോണ്ടിരിക്കുകയാണ്. ഇനി എവിടെ ഇരുന്ന് വലിക്കുമെങ്കിൽ ഞാൻ വെളിയിൽ എടുത്തിടും. അപ്പൊ ഇനി അവന്റെ കോളേജിലോട്ട് നമുക്ക് പോവാം. എത്താറായി കോളേജ് കട്ട വൈബ് കേട്ടോ. ഏതാ കാട്ടിനകത്ത് കിട്ടില്ല കോളേജ്. നല്ല ആംബിയൻസ് ഉണ്ടോ ഇവിടെ? പിന്നെന്ത് ഷൂട്ട് എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം. കാമുകിയൊക്കെ സെറ്റ് ചെയ്ത് ഇത്രയും ദൂരം നടന്നു പോകാൻ കിട്ടില്ല ആംബിയൻസ് കേട്ടോ കോളേജ്. പൊരുപടി എത്തി. അയ്യോ ഇതുവരെ പോവുള്ളൂ കേട്ടോ. പൊക്കോളന്നല്ലേ പോയേ പറ്റുള്ളൂ. ഒരു ക്ലാസ്സിൽ കൂടെ നമുക്ക് വന്നിരിക്കാം. നമ്മള് പഠിച്ചു കഴിഞ്ഞ് വരെ ഇരിക്കണോടാ. പറഞ്ഞോളൂ പോട്ടാ ബാഗ് ആ കമ്പി തട്ടി വീടല്ലോടാ. അവിടെ ഒരു കമ്പി വെച്ചിട്ടുണ്ട്. പോണാ. അപ്പൊ ഇനി പോയി പഠിച്ചിട്ട് വാ. ഇനി പഠന ടൈം. നടന്നോ. പൃഥ്വിരാജ് ഒരു ടാറ്റ കൂടെ. ടാറ്റ കിട്ടിയില്ല. കമ്പി തട്ടി വീഴും. പാവം പോണണ്ട. തിരിച്ചു വിളിച്ചാലേ പാണ കണ്ടാ അറിയാം. 2 ദിവസം തിരിച്ചു വിളിച്ചാല പോയി. ചെറുക്കാൻ പോയി പഠിക്കട്ടെ. അങ്ങനെ 2 അക്ഷരം അറിയാതെ പോവുക. 4 ദിവസം പോവായിരിക്കും. ഒരാഴ്ച കൂടി പോയാ പോക്കണ്ടാ അറിയാം. ഉറപ്പുള്ള കാര്യമാണ്. പോവില്ല. പോക്ക് കണ്ടാ തന്നെ അറിയാം. ചേട്ടാ ഇവിടെ വീട്ടിൽ പോയാൽ ചേട്ടൻ ഇവിടെ എപ്പോഴാ ബസ് വീട്ടിൽ പോവാൻ? മിസ് കോൾ അടിച്ചേക്കണ്ട. തിരിച്ച്. ഹലോ പറഞ്ഞോ. എന്താ വിളിച്ചാ? അല്ല അത് കൈയ്യട്ടി വന്നാടാ. എങ്ങനെയുണ്ട് കോളേജ്? എങ്ങനെയുണ്ട് കോളേജ് സെറ്റ്. പിന്നെ ഇപ്പൊ മൈക്കിളത്തിന് ശേഷം ക്ലാസ് കേറുള്ളൂ. എന്താണ് ഡോണ? നീ അവന്റെ ക്ലാസ്സിലാ? നീ അവന്റെ ക്ലാസ്സിലാ? അവന്റെ ക്ലാസ്സിലല്ല. ഒരാഴ്ച ഫുള്ള് ഒരു ബ്ലോക്കിൽ ഇരുത്തുന്നു എല്ലാരും. എന്നാ പോയി പഠിക്കും. ഓൾ ദി വെരി ബെസ്റ്റ് മാൻ. ഓക്കെ താങ്ക് യു. ഓക്കെ ഇറങ്ങിയിട്ട് വിളി. ഉച്ചയ്ക്ക് കറക്റ്റാ കഴിക്കണേ. ഇറങ്ങിയിട്ട് വിളിക്കാം. വൈകിട്ട് ഇറങ്ങിയിട്ട് വിളിക്കാം. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കണേ. ഓക്കെ പഠിക്കണം. അതിന് മുമ്പേ ബുക്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി. ബുക്കിൽ പേരൊക്കെ എഴുതി വെക്കണടാ പേനെ കൊണ്ട്. ഓക്കെ ഡൺ. ബൈ ബൈ. ഹേയ് ഗൈസ്, അപ്പോൾ ആരോമലിന്റെ പുതിയ ഒരു യാത്ര തുടങ്ങിയിരിക്കണം. പുതിയതായിട്ട് പുതിയ കോളേജ്. അതായത് നമ്മളിവിടെ ആദ്യമായിട്ട് കാണാൻ ഇത്രയും ദൂരം പോയി പഠിക്കുന്നതെന്ന് തോന്നുന്നു. മറ്റെല്ലാം വീടിന്റെ തൊട്ടടുത്തായിരുന്നു. അപ്പോൾ പുതിയ കൂട്ടുകാർ, പുതിയ ലൈഫ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പൊ എന്തായാലും ആരോമലിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. പഠിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളും വഴി അറിയിക്കാം. അപ്പോ ആദ്യത്തെ കോളേജ് ഡേ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ആരോമൽ? പൊളിയോ? പോളിയാണ് പഠിക്കാൻ പോയത്. പെമ്പിള്ളേരൊക്കെ ഉണ്ടായിരുന്നാ? കുഴപ്പമില്ല. എല്ലാം തിരിച്ചറിഞ്ഞാണ് നിന്നെ? കൊറേ പേര് വന്നു. ഫോട്ടോ എടുത്താറില്ല? 2 നേരമൊക്കെ എടുത്തിട്ട് പോയി. കൊറേ പേര് പോവോ? സ്ഥിരം പോവോ? പ്രത്യേകിച്ച് നിങ്ങളെ പറ്റിയാണ് കൊറേ പേരല്ലേ. അപ്പൊ ഇത് സ്ഥിരം എവനായിരിക്കും എന്റെ കോളേജിൽ ചേട്ടനെ കൊണ്ടുവരും. ഒരു ദിവസം ഫോട്ടോ എടുക്കാൻ, ചേട്ടനെ കാണാൻ തോന്നണമെന്നൊക്കെ പറഞ്ഞു. സച്ചിന് വിശ്വസിക്കരുത്. എന്റെ സൈക്കോളജിക്കൽ മൂവാണ്. എങ്ങനെ പോയാൽ 500 രൂപ പെട്രോൾ ആവും. ബസ്സിൽ പോയാൽ മതി. ഞാൻ ബസ്സിൽ പോയി കളാം. നിങ്ങളത് ഫോട്ടോ എടുത്തെടുത്തിട്ട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ക്ലാസ്സിലുണ്ട്. ഇവിടെ ജനലിൽ കൂടെ നോക്കി അപ്പുറത്തെ ജനലിൽ കൂടെ കാണാം. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആരോടെങ്കിലും അങ്ങനെയൊന്നും തോന്നാൻ ആരുമില്ല. ഇല്ലല്ലേ? ഓ സ്റ്റാൻഡ് ഇതെല്ലാരും കാണും. നിന്നെ അവിടെ പറഞ്ഞവരെല്ലാം നിന്നെ റിജക്ട് ചെയ്ത് വിടും. മായ്ക്കാൻ പറഞ്ഞു. അത് മായ്ക്കാൻ 2 മുമ്പുള്ളവരുണ്ട്.
ഒരു ഗുദാമിലാണ് കേട്ടോ കോളേജ്. കൊള്ളാം പക്ഷേ സ്ഥലം ഇല്ലേ പൊളിയില്ലേ? ഓ എത്ര എനിക്ക് എത്ര സുഖമായിട്ട് തോന്നില്ല. എനിക്ക് കൊള്ളാം, നല്ല കാറ്റുണ്ട് കേട്ടോ. അവിടെ ഒരു ഓപ്പണർ ഉണ്ട്. എന്നാലും നീ വേർക്കുമല്ല ഉറങ്ങാനുള്ള ഇതായി. ഉറങ്ങാം, ബാക്ക് വെഞ്ചി വേറെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. 2 പീരീഡ് സൂപ്പർ ആയിട്ട് അല്ല നീ എന്നാലും നമുക്ക് ഉറക്കമൊക്കെ പിടിച്ചോണ്ടല്ലേ പോണ. അപ്പൊ അവിടെ ചെന്ന് ഉറങ്ങിയ 2 പീരീഡ് ഫ്രീ ആയിരുന്നു അതിന്റെ, അതുകൊണ്ടാണ് ഉറങ്ങിയത്. ബാക്കിയാ ലാബിൽ കൊണ്ടിരുത്തി. അപ്പൊ കുറച്ച് നോട്ട് എഴുതി, അത് ബാഗിലുണ്ടെന്ന് തോന്നുന്നു. അത് ഞാൻ എഴുതിയത് കുറെ ബാഗ് കണ്ടോ ഗൈസ്, കളർഫുൾ ആണ്. ഇതല്ലേ വായിക്കൊടുത്തത്. കണ്ട് ഇവിടെ ഇല്ല. ഫസ്റ്റ് നോക്കില്ലേ, വേറെ 2 നോക്ക് എടുത്തില്ല. ഫസ്റ്റ് ഡേ നമ്മളുടെ എല്ലാവരുടെയും ടോപ്പ് കൈയക്ഷരമാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വേറെ തിരിച്ച ഇവന്റെ ടോപ്പ് കൈയക്ഷരം ഇതാണെങ്കിൽ ഇത് വേറെ ആരും എഴുതി കൊടുത്തേടെ. ആ ടീച്ചർ എഴുതി. തോന്നി ഓരോ അക്ഷരങ്ങൾക്ക് നല്ല വിജൃംഭിച്ച് കിടക്കും കേട്ടോ. ഓരോ അക്ഷരങ്ങൾ നല്ല ഗ്യാപ്പ്. ഒരു ബുക്ക്ലെറ്റ് ഒക്കെ ചുമ്മാ എഴുതിക്കും പരീക്ഷയ്ക്ക്. ഇങ്ങനെയാണ് ഒരു ബുക്ക് മതി. ചെറുക്കന് ആദ്യത്തെ ശരി കിട്ടിയിരിക്കുകയാണ്. വെച്ചടി കയറ്റോളൂ. ഫുൾ മാർക്ക് വെച്ചോണ്ടാരാ ഗൈസ്. അപ്പൊ ഇനി ഒന്ന് നല്ലപോലെ പോയി വീട്ടിൽ നിന്ന് പഠിപ്പിച്ചത് തന്നെ 10 പ്രാവശ്യം അയ്യാട്ടാ പോയി കിടന്ന് ഉറങ്ങിട്ട് താന്നാടാ ഉറക്കം പറഞ്ഞു. രാവിലെ 7 മണിക്ക് എഴുത്തത്. എന്നിട്ട് ചില പഠിക്കാനൊക്കെ പോവാണ്. നല്ലപോലെ പഠിക്കണം. വീഡിയോയിലൊക്കെ കുറവ് വന്നാലും നിങ്ങൾ വിചാരിക്കണം പഠിക്കാനും കൂടെ നമ്മൾ അനുവദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാരും കൂടി കുറ്റം നമ്മളെ പറയും. ഇല്ല, ശനി ഞായറും വരും. അപ്പൊ ഇവിടെ വെച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ബൈ ഗൈസ്.